പ്രിയപ്പെട്ടവരെ, 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗ് രക്തസാക്ഷ്യം വരിക്കുന്നത്. പോകാൻ സമയമായി. ലാഹോർ സെൻട്രൽ ജയിലിലെ സെൽമുറി തുറന്ന് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചപ്പോൾ വായനയിലായിരുന്നു ഭഗത് സിംഗ്. പുസ്തകം മടക്കി വെളിയിലേക്ക് വന്ന ആ 23-കാരൻ്റെ മുഖത്ത് കഴുമരത്തിലേറാൻ വിധിക്കപ്പെട്ടവന്റെ ഒരു സങ്കോചവും കാണാനുണ്ടായിരുന്നില്ല. ആരാച്ചാർ കഴുമരത്തിന്റെ ലിവർ വലിച്ചപ്പോഴും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇൻഖിലാബ് സിന്ദാബാദ്. മരണത്തിലേക്കായിരുന്നില്ല, അനശ്വരതയിലേക്കായിരുന്നു ഭഗത് സിംഗിന്റെ യാത്ര. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു വനത്തിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. കാട്ടിലെ മൃഗങ്ങളെല്ലാം നാനാ വഴിക്കും ഓടി രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് ഒരു കുഞ്ഞു പക്ഷി തൻ്റെ കുഞ്ഞു കൊക്കിൽ വെള്ളമെടുത്ത് ആ വലിയ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ഒരു കാക്ക പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, ഈ തീ വളരെ വലുതാണ്, നിനക്ക് ഇത് അണയ്ക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? അപ്പോൾ ആ കുഞ്ഞു പക്ഷി പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞത്, എനിക്കറിയാം ഈ തീ വളരെ വലുതാണ്, എങ്കിലും ചരിത്രം ഈ ദുരന്തത്തെക്കുറിച്ച് എഴുതുമ്പോൾ വെറുതെ നോക്കി നിന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും എൻ്റെ പേര് രേഖപ്പെടുത്തുക. ഏതൊരു വലിയ പ്രതിസന്ധിയുടെ കാലവും ഒരു നാൾ അവസാനിക്കും. എന്നാൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ ഭയമില്ലാതെ സത്യത്തിനു വേണ്ടി നിലകൊണ്ടവരെയും ധീരരായ മനുഷ്യരെയുമാണ് ലോകം ഓർമ്മിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാം തകർന്നു തുടങ്ങുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ, തോറ്റു തുടങ്ങുന്നു എന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ ആ ടീമിനോടൊപ്പം നിന്ന് മാറി നിൽക്കുന്നവനല്ല, പകരം ആ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നവരാണ് യഥാർത്ഥ പോരാളിയെന്ന് ലോകം പിന്നീട് ഒരു കാലത്ത് ഓർമ്മിക്കും. ലോകം ചലിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ചുറ്റും നിങ്ങൾക്ക് എത്രയെത്ര പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പരാജയങ്ങളിൽ നിങ്ങൾ അടിപതറി അതുപേക്ഷിച്ചു പോവുകയല്ല വേണ്ടത്, ധീരമായി നേരിടുക എന്നതാണ്.